ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വലിയൊരു സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം ഒരവസരം നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുന്നു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ദിനവൃത്താന്തങ്ങൾ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടുകൂടി പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഏറ്റവും മാന്യന്മാരുണ്ട്, പക്ഷെ ഏറ്റവും മാന്യനാണ് യബ്ബേസ്. മാന്യന്മാരെ നമുക്കറിയാം. മാന്യന്മാരെ എങ്ങനെ തിരിച്ചറിയാനൊക്കെ? വിദ്യാഭ്യാസം, ആരോഗ്യം, സൗന്ദര്യം, പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഒരുത്തനെ മാന്യനായിട്ട് കണക്കാക്കുന്നത്. അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്ന 2 കാര്യങ്ങളാണ്. 1 ധനം, 2 അവൻ്റെ വസ്ത്രധാരണ. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരു സൈക്കിളിൽ ചെന്നിറങ്ങുന്നതിനും ഒരു ബൈക്കിൽ ചെന്നിറങ്ങുന്നതിനും വലിയ കൂടിയൊരു കാറിൽ ചെന്നിറങ്ങുന്നവരും തമ്മിൽ വ്യത്യാസമാണ്. നമ്മൾ രണ്ടുപേരെയും മനുഷ്യരായിട്ട് തുല്യരായിട്ട് കാണുമെങ്കിൽ അവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടെന്നാണ്. നമ്മൾ അവരെയൊക്കെ അതനുസരിച്ചാണ് മാനിക്കുന്നത്. ഇന്ന് ദൈവം മാനിക്കുന്ന അങ്ങനെയല്ല. ദൈവം എന്ന് പറയുന്നത് യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. മാന്യന്മാരുണ്ട്, സമ്മതിച്ചു, പക്ഷേ ഏറ്റവും മാന്യനായിരുന്നു. 3-ാം അധ്യായം വായിക്കുമ്പോൾ യബ്ബേസ് അവൻ്റെ ചരിത്രം, അല്ലെങ്കിൽ യബ്ബേസ് എന്ന ആ കുടുംബം അല്ലെങ്കിൽ ആ സ്ഥലം ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ എന്നിട്ടും പോലും അവൻ്റെ കുടുംബത്തിൽ അവനൊരു സ്ഥാനമുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ അവനെ വ്യസനത്തോടുകൂടി പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ പേശുന്ന അമ്മ പേര്. അപ്പൊ അമ്മയ്ക്കറിയാം, ഈ മോൻ എനിക്ക് ഒരു വ്യസനമാണ്. അവനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഒരു വ്യസനമാണ്. സഹോദരന്മാരവനെ അത്രയൊക്കെ ഉള്ള വിലയും കൽപ്പിച്ചുമില്ല, മാനിച്ചുമില്ല. എന്നാൽ യബ്ബേസിനെ കുറിച്ച് ദൈവം പറഞ്ഞു, അവൻ ഏറ്റവും മാന്യനാണ്. അവൻ്റെ അമ്മ വിലയിരുത്തിയാലും, അവൻ്റെ അപ്പൻ അങ്ങനെ വിലയിരുത്തിയാലും, അവൻ്റെ സഹോദരന്മാർ എങ്ങനെ അവനെ വിലയിരുത്തിയാലും, അവനെ കാണുന്നൊരു ദൈവം, അവൻ്റെ യഥാർത്ഥ സൃഷ്ടാവായ ദൈവം അവനെ കാണുന്നത് ഏറ്റവും മാന്യനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും വലിയ പ്രതാപശാലികളായിരിക്കും മാന്യന്മാർ. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവനർക്കും കടക്കാരനല്ല, അവനർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലാരാധില്ല. അവനർക്കും കടക്കാരനല്ല, അവനർക്കും ബാധ്യതയല്ല, അവനെ പോലദ്യം ആകുകയല്ല, അവനെ പോലാരാധില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആര് നമ്മളെ മാനിച്ചില്ലെങ്കിലും ദൈവം നമ്മെ മാനിക്കുന്നുവെന്ന് പ്രിയ സഹോദര സഹോദരി നിങ്ങൾക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ മാനിച്ചേ മതിയാവും. ഒരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് കാത്തിരിക്കാം. ദൈവം നിന്നെ മാനിക്കും. എവിടെയെങ്കിലും വെച്ച് ദൈവം നിന്നെ കണ്ട് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഓമനപ്പറിച്ച് വിളിക്കും.
പ്രസിദ്ധനാക്കി ദൈവം നിന്നെ തീർക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.